കേരളത്തിൽ അപൂർവമായി കൃഷി ചെയ്യുന്ന ഗാഗ് ഫുഡ് സ്വന്തം വീട്ടിൽ വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ രതീഷ് രത്നാകരൻ. ഔഷധ ഗുണങ്ങളേറെയുള്ള ഫലവർഗ്ഗമാണിത്. ഒരു വർഷം മുൻപ് തോന്നിയ ഒരു കൗതുകമാണ് രതീഷിനെ ഒന്നാം തരം ഒരു ഗാഗ് കൃഷിക്കാരനാക്കി മാറ്റിയത്. വീടിന്റെ ടെറസ് നിറയെ ഇന്ന് ഔഷധ ഗുണമുള്ള ഈ ഫലവർഗം കീഴടക്കി കഴിഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ, മറ്റേ നമ്മുടെ ഷുഗർ അടക്കമുള്ള, കൊളസ്ട്രോൾ അടക്കമുള്ള, ഹൃദയാരോഗ്യത്തിനടക്കമുള്ള omega-3, omega-6, ബീറ്റാ കരോട്ടിൻ, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ബീറ്റാ കരോട്ടിൻ അടക്കമുള്ള നിരവധിയായ വിറ്റാമിൻ സി അടക്കമുള്ള ഒരുപാട് വിറ്റാമിൻസുകളുടെ കലവറ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്വർഗത്തിലെ പഴം എന്നറിയപ്പെടുന്നത്. ചെടിയൊന്ന് പിടിച്ചു കിട്ടാൻ ഒരൽപ്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ വേരുറച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. 2 മാസമെങ്കിലും വേണം ഒരു പഴം പാകമാകാൻ. കാര്യമായ വളപ്രയോഗമൊന്നും വേണ്ട എന്നതും ഗാഗ് കൃഷിയുടെ ഗുണമാണ്. സ്വന്തമായി പരാഗണം നടത്തിയാൽ കൂടുതൽ പഴങ്ങൾ ഉണ്ടാകും. ഒരു ദിവസം മാത്രമാണ് ആൺപൂവും പെൺപൂവും നിലനിൽക്കുക. ഇത് രണ്ടും ഒരു തോട്ടത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് മാത്രം. ഒരു ദിവസമേ ഉള്ളൂ ഈ ഒരു പൂവിൻ്റെ, 2 ആൺപൂവിൻ്റെയും പെൺപൂവിൻ്റെ ആയുസുള്ളൂ. അന്ന് തന്നെ രാവിലെ തന്നെ കയറി പരാഗണം ചെയ്ത് കൊടുത്തെങ്കിലേ ഉള്ളൂ ഇതുപോലെ വലിയ ഒരു കായിലേക്ക് നമുക്ക് ലഭ്യമാകുള്ളൂ. ഒരു പഴത്തിൽ നിന്നും 30 പേർക്ക് വരെ ജ്യൂസ് ഉണ്ടാക്കാം. വിപണിയിൽ കിലോയ്ക്ക് 1200 രൂപ വരെ വില ലഭിക്കും. ഒരു പഴം തന്നെ 700 ഗ്രാമിന് മുകളിൽ തൂക്കം വരും. 20-ലധികം വിത്തുകളും ഒരു പഴത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇത് കുഴപ്പമില്ല, നല്ല ഇതാണ്, വലിയ മധുരം ഇല്ല, നല്ല ടേസ്റ്റും ഉണ്ട്, കുടിക്കാനുണ്ട്, വലിയ കുഴപ്പമില്ലാത്തതാണ് ഈ പഴം നല്ലത്. അപ്പോൾ ഏതാണ്ട് വാട്ടർമെലൻ്റെ ഒക്കെ ഒരു രുചിയോട് ചേർന്ന് നിൽക്കുന്ന രുചിയാണ്. നേരത്തെ ചവർപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ചെറുതായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. മാത്രമല്ല ഈ ഒരു ചെറിയ തോട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ കായ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പരീക്ഷിക്കാവുന്നതുമാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.